ഒടുവിൽ ഇറാൻ നയം വ്യക്തമാക്കി. യുഎസുമായി യാതൊരു സഹകരണത്തിനുമില്ല. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ് നയം വ്യക്തമാക്കിയത്. യുഎസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും മിഡിൽ ഈസ്റ്റിൽ സൈനിക കേന്ദ്രങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നിടത്തോളം കാലം യുഎസുമായി യാതൊരു സഹകരണത്തിനും ഇറാൻ തയ്യാറല്ലെന്നും ഖമേനി വ്യക്തമാക്കി. ഇറാനുമായി സഹകരണത്തിനും സൗഹൃദത്തിനും തയ്യാറാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്ടോബറിൽ പറഞ്ഞിരുന്നു. ഇറാൻ ഒരുക്കമാണെങ്കിൽ സഹകരണത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിനു മുമ്പ് ഇരു രാജ്യങ്ങളും 5 റൗണ്ട് ആണവ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. അതിനൊപ്പം യുഎസും ഇറാനിൽ ആക്രമണം നടത്തി. ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളാണ് യുഎസിനെയും ഇസ്രായേലിനെയും അസ്വസ്ഥമാക്കുന്നത്. ഇറാൻ ആണവായുധ ശേഷി കൈവരിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലും പിന്നാലെ യുഎസും ആക്രമണം നടത്തിയത് യുഎസ് ഇറാൻ ചർച്ചകളെ ബാധിച്ചു. ഇറാൻ്റെ ആണവ പദ്ധതികളെ തകർക്കാൻ ആക്രമണത്തിലൂടെ ഇസ്രായേലിനും യുഎസിനും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ചർച്ചകളുടെ വാതിലുകൾ അടയുകയും ചെയ്തു. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ വ്യക്തമാക്കിയിരുന്നു. ആണവ പദ്ധതികൾ തുടരും, യുഎസും ഇസ്രായേലും തകർത്ത ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്നും പെസഷ്കിയൻ പറഞ്ഞു. അറ്റോമിക് എനർജി ഓർഗനൈസേഷനിലാണ് പെസഷ്കിയൻ ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് അറിയിച്ചത്. ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് പ്രതിസന്ധിയല്ല, വീണ്ടും ശക്തമായ രീതിയിൽ അവ നിർമ്മിക്കും, പെസഷ്കിയൻ പറഞ്ഞു. ആണവ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇത് സംബന്ധിച്ച നിലപാട് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അവ പുനർനിർമ്മിക്കുമെന്നാണ് അന്ന് പെസഷ്കിയൻ പറഞ്ഞത്. ഈ നിലപാട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുകയോ മിസൈൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തുകയോ ചെയ്യില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയും പറഞ്ഞു. ഇസ്രായേൽ ഇനിയും ആക്രമണം നടത്തിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി മുന്നറിയിപ്പ് നൽകി. ജൂണിൽ ഇസ്രായേലുമായുള്ള യുദ്ധം ഫലപ്രദമായി കൈകാര്യം ചെയ്തു. യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ ഇറാന് സാധിച്ചെന്നും അരാങ്ചി അവകാശപ്പെട്ടു. പുതിയ ഏതൊരു ഏറ്റുമുട്ടലിനും ഇറാൻ പൂർണ്ണമായും തയ്യാറാണ്. യുദ്ധം പുനരാരംഭിച്ചാൽ ഇസ്രായേൽ മറ്റൊരു പരാജയം കൂടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുദ്ധത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പക്ഷേ അതിൻ്റെ സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യ കേടുകൂടാതെ ഇരിക്കുകയാണ്. ബോംബെറിഞ്ഞ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ആണവ വസ്തുക്കൾ ഉണ്ടെന്നും അരാങ്ചി പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇറാൻ അംഗീകരിക്കില്ല. എന്നാൽ ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്താൻ യുഎസുമായി പരോക്ഷ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ആശങ്കകൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണ്, എന്നാൽ ആക്രമണത്തിന് ശേഷം വിട്ടുവീഴ്ചകൾ ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തകർന്ന ആണവ കേന്ദ്രങ്ങളുടെ പരിശോധനകളുമായി ബന്ധപ്പെട്ട സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനോടും അന്താരാഷ്ട്ര ആണവ ഏജൻസിയോടും പറഞ്ഞതായി ഈജിപ്റ്റ് അറിയിച്ചിരുന്നു. പിന്നാലെയാണ് അരാങ്ചി ഇറാൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. 12 ദിവസം നീണ്ട ആക്രമണത്തിനൊടുവിലാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചത്. ആക്രമണത്തിൽ യുഎസ് കൂടി ചേർന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. 12-ാം ദിവസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്.